പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും മുന്നമേ അറിയിക്കട്ടെ. ഇന്ന് അല്പസമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 66-ാം സങ്കീർത്തനത്തിൻ്റെ 10, 11, 12 വാക്യം. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളുടെ പരിശോധനകളുടെ നടുവിൽ നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വ്യക്തമായി നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകും. പരിശോധനയുടെ കാലഘട്ടത്തിൽ തീരും വെള്ളത്തിലും കൂടി കടന്നു, വലയിൽ അകപ്പെട്ടു, തലമേൽ കയറി ഓടിക്കുമാറാക്കി മനുഷ്യരെ. അതുപോലെ വലയിൽ അകപ്പെടുത്തിയവർ കാണുക, തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമ്മെ കരയിപ്പിച്ചവർ, തള്ളിക്കളഞ്ഞവർ, വേദനിപ്പിച്ചവർ, കുറ്റപ്പെടുത്തിയവർ കാണുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നമ്മുടെ ദൈവം വലിയവനാ, വിശ്വസ്തനാ. നമ്മുടെ സകല ആവശ്യങ്ങളുടെ നടുവിലും സമൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന വചനമുണ്ടെങ്കിൽ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമ്മളെ മാനിച്ചില്ലേ? ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്ന ദൈവമല്ല, സകലതും നന്മയ്ക്കായി ചെയ്യും. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന വചനമുണ്ട്. അപ്പോൾ അപ്രകാരം നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ ഈ വചനമൊക്കെ വായിച്ച് ബലപ്പെടേണ്ടതാണ്. ഈ നാളുകളിൽ 2024 അത്ഭുതവും അതിശയമായി നമ്മളെ നടത്തിയ ദൈവം ഈ 2025 നടത്തുവാൻ സർവശക്തനാണ്. അവിടുത്തെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നേറാം. ഈ വചനം എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് വചനമാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും കടന്നു വരുന്നൊരു കർത്താവ് നമുക്കുണ്ട്. ഈ ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. പരിശോധനകൾ വരികിൽ തെല്ലും പതരാതാശ്രയിച്ചിടുകിൽ, ബലഹീനതയിൽ കവിയും കൃപമതി എന്നാശ്രയിച്ചിടുവിൻ. വിരവിൽ വിനകൾ തീരും, സകലവും ശുഭമായി വരുവിൻ യേശുവിൻ അരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാൻ ഒരു നല്ല അവസരം കൊണ്ട് ദാനമായി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തല്ല, സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ലോ. 2025 ഒന്നാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ ഈ സന്ധ്യയാമം വരെയും ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് പോയ സ്ഥാനത്ത് വന്ന സ്ഥാനത്തൊക്കെ സ്വർഗീയ സാന്നിധ്യം അനുഭവിപ്പാനും പകൽക്കാലം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ഭാഗ്യം തന്നതോർത്ത് സ്തോത്രം. ജീവനും ഭക്തിക്കും വേണ്ടുന്ന തന്ന് ഞങ്ങളെ കരുതി നടത്തിയ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, 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 സ്തോത്രം. ഈ രാത്രികാലം സൂക്ഷിക്കണം, നല്ല ഉറക്കം ആശ്വാസം തരണം. ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി. നീയല്ലോ യഹോവയെ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണം. ഞങ്ങളുടെ ഭവനം, പരിസരം, അതിരുവരവ്, വസ്തുവക, സർവ്വസമ്പത്തും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ മുദ്രവയ്ക്കുന്നു. സ്വർഗീയ ദൂതന്മാരാൽ ഞങ്ങളുടെ കാവൽ ചെയ്യണം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ രോഗികളെ സമർപ്പിക്കുന്നു. സൗഖ്യം കാത്തു കിടക്കുകയാ, സ്വർഗം സൗഖ്യപ്പെടുത്തണം. സമാധാനത്തിൽ എല്ലാവരും ഉറങ്ങണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.